കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു മീൻകറി വെച്ചാലോ? മീൻകറി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ്. നമുക്ക് ഏത് മീൻ വേണേലും ഇങ്ങനെ കറി വെക്കാം. എനിക്ക് കിട്ടിയ മീൻ ഇതാണ്. നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി എടുക്കാം, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവാപ്പൊടി, എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി, ചുവന്നുള്ളി, കറിവേപ്പില അതും അരിഞ്ഞെടുത്ത് അവിടെ വെക്കാം. നമുക്ക് എന്നിട്ട് കുറച്ച് കുടംപുളി എടുത്ത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കണം. നമുക്ക് എന്നിട്ട് ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കാം. ആ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേന് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, കറിവേപ്പില ഇത്രയും എടുത്ത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വലിയതായിട്ടൊന്നും മൂപ്പിക്കേണ്ട, ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുത്താൽ മതിയേ. അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ചേർക്കാമേ. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മസാല നമുക്ക് വേവിച്ചെടുക്കാം. മസാല ആണെങ്കിൽ നല്ലപോലെ എണ്ണയ്ക്കകത്താണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഒരുപാടങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളില്ല. അതുകൊണ്ട് നമുക്കൊരു മണം കിട്ടുന്നിടം വരെ മൂപ്പിച്ചാൽ മതി. ഒരു പച്ചമണം മാറും. അത് കഴിഞ്ഞ് നമുക്ക് കുതിർത്ത് വെച്ച പുളി അതിൻ്റെ അകത്ത് ഇടുക. പിന്നെ ഞാൻ കുറേ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നിടം വരെ കാത്തിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിലേക്ക് മീൻ ഓരോന്നോരോന്നായി നമുക്ക് പെരക്കിയിട്ട് അടച്ചു വെക്കാം. അത് തിളച്ച് നല്ലപോലെ വേവുന്നിടം വരെ ഒരു 15 മിനിറ്റ് നമുക്ക് മീൻ വേവാൻ വേണ്ടി അടച്ചു വെക്കാമേ. അത് കഴിഞ്ഞ് നമുക്ക് അത് വെന്ത് കഴിയുമ്പോഴത്തേന് തുറന്ന് അതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില ഇട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ല ചൂടോട് നല്ല ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് കറക്കി എടുക്കണം. കൂട്ടുകാരെ, ഇടയ്ക്ക് ഉപ്പിടാൻ മറക്കരുതേ.